ഇറങ്ങടാ. എടാ നീ ഇന്നോട് ഇങ്ങോട്ട് ഇറങ്ങാൻ വന്നട നായിന്റെ മോനെ. അറിയോ ഇറങ്ങടാ. സോറി ഇങ്ങോട്ട് ഇറങ്ങടാ. പറയാം ഇങ്ങോട്ട് ഇറങ്ങിക്കടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഈ ആരായാലും ഇങ്ങോട്ട് ഇറങ്ങടാ. എടാ ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. സോറി ഇങ്ങോട്ട് ഇറങ്ങടാ. ഞാൻ ചാട്ട് നിന്നെ ആരാണ്. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഞാൻ കാട്ടിൽ പിടിച്ചടി നിന്ന് വീഡിയോ എടുത്തോണം. പിടിച്ചത് എടാ പാറ്റി എന്നെയൊക്കെ എത്രാളോ. എടാ നായിന്റെ മോനെ ഏതവനാടാ. അറിയാവുന്ന ആളാ. ഇങ്ങോട്ട് ഇറങ്ങടാ നായിന്റെ മോൻ. നീ എന്താടാ ഇങ്ങോട്ട് വന്നേ. മനോജ് അറിയാവുന്ന ആളാ. ഇങ്ങോട്ട് ഇറങ്ങടാ. മനോജ് അറിയാവുന്ന ആളാ. ഇറങ്ങടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാം. ഇറങ്ങടാ. നീ 10 മണിക്ക് ആരടി ഇവിടെ വരേണ്ടി വരാം. ആരടി വരേണ്ടി വരാം ഇവിടെ. ഇവിടെ എന്തിനാടി വരുന്നത്? നിന്നോട് പണ്ട് പറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് നിനക്കറിയിപ്പോ. നീ ഇവിടെ ഏതവനാണ്? നീ 10 മണിക്കല്ലടി ഇവിടെ വരേണ്ടത്. ഇവിടെ നീ വരച്ച ഞാൻ എന്താണ് എടിയെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാ. ആരത് ഇറങ്ങാ ഇങ്ങോട്ട്. ഞാൻ പേടിച്ചെന്നാ നിനക്കറിയാലോ. ഇങ്ങോട്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ. നിനക്ക് ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ നിന്നെ വിളിച്ചു. അയാളാ ശരി. നീ കാര്യം പറയാൻ മതി. പുള്ളിയും കിള്ളിയും അല്ല. ഇറങ്ങണം. ഇറങ്ങല്ല. നീ ഇവിടെ ഈ പിടിപ്പണി നടക്കത്തില്ല. ഈ പിടിപ്പണി നടക്കത്തില്ല. നാളെ നീ ഇറങ്ങണം. നാളെ നീ ഇവിടെ ഇറങ്ങണം. കാര്യം പുള്ളി അതിന് പുള്ളനെ ഇവിടെ ഇറങ്ങടാ. എടാ കൊച്ചു കഴിവണം മോന്റെ മോനെ. നീ ആയിരുന്നോടാ നായിന്റെ മോനെ. എടാ നീ അവിടെ സ്കൂട്ടർ തള്ളി ഞാൻ അവിടെ കാണുന്നു. നീ കിഴക്കൊന്ന് വന്ന് സ്കൂട്ടർ അവിടെ തള്ളിക്കൊണ്ട് നീ ഇവിടെ വന്ന് കയറി. നീ മാന്യമുള്ള ശരി. നീ എന്താ നീ പാചകത്തിലേക്ക് ഇപ്പൊ നീ എന്തോ ഉണ്ടാക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. നീ വീഡിയോ ഇട്ടോണ്ടിരിക്കുക. നീ പാചകത്തിലേക്ക് എന്തോ ഉണ്ടാക്കാൻ ഇവിടെ വന്നത്. നീ മാന്യനാണെങ്കിൽ നീ സ്കൂട്ടർ അവിടെ വന്നു. നിനക്ക് നാളെ കൈ ഇവിടെ ഇരുന്നാ പോരായിരുന്നു. ഞാൻ വന്നത് ഇപ്പം നിനക്ക് ഇവിടെ ഇരുന്നാ പോരായിരുന്നു. നീ ഇന്നത്തെ ഈ 10 മണി സമയത്ത് നീ ഇപ്പൊ വന്ന എന്തിനാ എന്തോ ഉണ്ടാക്കണേ. നീ അവിടെ സ്കൂട്ടർ ഓഫ് ചെയ്ത് വന്നേ. നീ വന്നത് അവിടെ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ എന്താ കൊണ്ട് വന്നത്? അതാണ് ഞാൻ പറഞ്ഞാലോ. പിന്നെ ആരുടെ സ്കൂട്ടർ അടിയാ? നിന്റെ സ്കൂട്ടർ അല്ലത്. നിന്റെ സ്കൂട്ടർ അല്ലത്. അല്ല മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന അവിടെ സ്കൂട്ടർ അല്ലേ അത്? അല്ലേടാ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന അവിടെ സ്കൂട്ടർ അല്ലേ ഇത്? സെയിം നമ്പർ. നീ ഈ സ്കൂട്ടർ പല തവണ ചോപ്പ് 6 സ്കൂട്ടർ H80 നിന്റെ സെയിം നമ്പര്. നീ കേൾക്കാനൊന്നുമില്ല. ഈ പാതിരാത്രിക്ക് എന്തിനാണ് നീ ഇവിടെ വന്നത്? ഈ 10 മണി സമയത്ത് നീ എന്തിനാണ് അവിടെ സ്കൂട്ടർ ഉരുട്ടി വന്നത്? ജ്യോതിഷ് അറിഞ്ഞോണ്ടല്ലോ കേട്ടോ. ജ്യോതിഷ് അറിഞ്ഞോണ്ടല്ലോ. ഞാൻ എപ്പോ അയച്ചു കൊടുക്കണം. അല്ല ഞാൻ പറയാം. ഇറങ്ങണ എന്റെ വീട്ടിൽ ഇറങ്ങായിരുന്നു. ഇറങ്ങണ ഇറങ്ങി വിടുന്നേ. എന്ത് ആയിക്കോട്ടെ ഇറങ്ങി വിടുന്നു. എന്ത് കാര്യം? 12 മണി രാത്രി 10 മണിക്കല്ലേ കാര്യം? ഒറ്റയ്ക്ക് താമസിക്കുന്നുള്ളൂ. 10 മണിക്കല്ലടി ഇവനെ എന്നെ കയറി കാര്യമില്ലടി. അമ്പസായിട്ട് വിളിച്ചോണ്ട് നിനക്ക് അവിടെ കബോർന്ന് ഇറങ്ങി വരായിരുന്നടി. അവനെ ആരാണെന്ന് ചോദിച്ചപ്പോ നീ എന്താ ആരുമില്ല ഇവിടെ? ആരുമില്ല. എന്തോ സംസാരിക്കണം. നിനക്ക് ഇവിടെ ഇട്ടായിരുന്നു. കട്ടിലടിയല്ലേ ഇരിക്കേണ്ടത്? കട്ടിലടിയല്ലേ ഇരിക്കേണ്ടത്? ഇവിടെ ഇരിക്കേണ്ടത് വെച്ചോണ്ടല്ലോ. എന്തോ രാത്രിക്ക് പമ്മി ആള് കയറി വരുന്നത് നാട്ടുകാരെന്തോ വാരി പറഞ്ഞത്. സ്കൂട്ടർ അവിടെ നിന്ന് ഓഫ് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. നീ കണ്ടില്ലയോ? കയറി വരും കേട്ടോ. ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാനുണ്ടല്ലോ. ഞാനാണ് വിളിച്ചിട്ടുള്ളൂ കേട്ടോ. കേട്ടോ നിങ്ങൾ ഈ 10 മണിക്കല്ല കേട്ടോ. കേട്ടോ സോറി അല്ല. ഈ 10 മണിക്കല്ല. വന്നിട്ട് കട്ടിലടിക്കേറി കിടക്കല്ലേ കഴിഞ്ഞത് കേട്ടോ. മാന്യാണ് ഇവിടെ ഇരിക്കും. ഒരു കസേര ഇവിടെ ഇരിക്കും. ആരാ വന്നത്? കേട്ടോ 10 മണിക്കല്ല കേട്ടോ. കേട്ടോ പറഞ്ഞേ. നീ ഒറ്റയ്ക്ക് താമസിക്കല്ലോ നീ അല്ലയോ? ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കണേ? ഈ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ആണോടി? അതിനാണോ നീ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്? നിന്നെ ഞാൻ നാളെ ഇവിടെ ഇറക്കി താമസിപ്പിക്കുന്നത്. ഇങ്ങനെ ആൾക്കാർക്ക് ഇവിടെ വന്ന് കട്ടിലടി കിടക്കാനാണെങ്കിൽ ഞാൻ കിടത്തി ഇവിടെ താമസിപ്പിക്കാണ്. അല്ല നീ വിചാരിക്കുന്നല്ല. നീ എന്തിനീ പാതിരാത്രിക്ക് ഇവിടെ കയറ്റി? ഇവിടെ എന്തിനു കയറ്റി? നീ ലൈറ്റ് അല്ല ഓഫ് ചെയ്തു.
ഈ ഇതിനകത്ത് ഒറ്റ ലൈറ്റ് ഇല്ലായിരുന്നു ഞാൻ വരുമ്പോ. നീ ഇട്ടിട്ടില്ല ലൈറ്റ്, നീ ലൈറ്റ് ഇട്ടിട്ടില്ല, നീ ലൈറ്റ് ഓഫ് ചെയ്തു. ഇറങ്ങണോ ഇറങ്ങണോ 10 മണിക്കാന്നോ ഇറങ്ങണം. നീ മേലിൽ ഇതുപോലെ പേടിയാ. സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ വന്നത് അവൻ കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതായിരിക്കും. ആ സ്കൂട്ടർ കൊണ്ട് വന്നത് നിന്റെ സെയിം സ്കൂട്ടർ അല്ലേ? അതായത് നമ്പർ എച്ച്, ഈ നമ്പർ നിന്റെ സെയിം അല്ലേ? ആ എല്ലാവർക്കും വരും. ഈ സ്കൂട്ടർ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇരിക്കുന്ന കണ്ടാടിക്കാൻ. നിന്റെ സ്കൂട്ടർ ഒന്നും അല്ല, നിന്റെ അന്നേരം ആ തിരിപ്പുണ്ട്. ഇവിടെ പോട്ടെ 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 കഴിഞ്ഞോട്ടോ കാരണം നേരം അവിടുന്ന് സ്കൂട്ടർ ഉരുട്ടി വരുന്നു. ഞാൻ കണ്ടതാണ്. ഞാൻ അല്ല എങ്ങനെ ഞാൻ വരുന്നത്, ഞാൻ എങ്ങനെ കയറി വരുന്നത് ഞാൻ കണ്ടോണ്ടല്ലേ വരുന്നത്. ഇവിടെ വന്ന് കഥയിൽ തട്ടിയപ്പോ നിനക്ക് അന്തസ്സുള്ള പറ ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഇവിടെ നീ ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ കയറി വരുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് നിൽക്കുന്നു. ഇതിനകത്ത് ലൈറ്റ് ഇല്ല, നീ ഇതിനകത്ത് ലൈറ്റ് ഇല്ല. ഞാൻ എന്റെ കൂടെ ടോർച്ച് അടിച്ചിട്ട് നോക്കിയത്. നീ ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല, നീ ഇട്ടിട്ടില്ല. ഇല്ല അന്തസ്സായിട്ട് അവൻ എന്താ എന്നെ കട്ടിലടി കയറി എന്തൊരു പേടിച്ച് കാര്യം പറഞ്ഞാ പോരെ? എന്തിന് കാര്യം പറഞ്ഞാ പോരെ? ഇനി മേലിട്ട് പാതിരാത്രിക്ക് ഇവിടെ വന്നേക്കും. എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിൽ പകല് സംസാരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയ ഒന്നുമില്ല. പാർട്ടിയുടെ ആയാലും കൊള്ളാം, എന്തിന്റെ ആയാലും കൊള്ളാം. പാതിരാത്രിക്ക് ഇവിടെ വന്നേക്കരുത് പറയാനുള്ള പറഞ്ഞു.